നാം ഒരിക്കൽ കൂടെ ലോക അധ്യാപക ദിനം ആചരിക്കുകയാണ്. അധ്യാപകൻ ആരാണ് എന്ന് ചിന്തിക്കുന്നതിന് വിദ്യാഭ്യാസം എന്താണ് എന്ന് ചിന്തിക്കുന്നത് നല്ല ഒരു തുടക്കം തന്നെയാണ്. പല നിർവചനങ്ങളുണ്ട് വിദ്യാഭ്യാസത്തിന്. എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിർവചനം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ നിർവചനമാണ്. മഹാത്മാഗാന്ധി പറയുകയാണ്, പുറത്തു നിന്ന് അകത്തേക്ക് കൊടുക്കുന്നതല്ല വിദ്യാഭ്യാസം, അകത്ത് നിന്നുള്ള നിധികൾ പുറത്തേക്ക് എടുക്കുന്നതാണ് വിദ്യാഭ്യാസം. ശരീരത്തിന്റെ ബെസ്റ്റ് പുറത്തെടുക്കണം, മനസ്സിന്റെ ബെസ്റ്റ് പുറത്തെടുക്കണം, ആത്മാവിന്റെയും ബെസ്റ്റ് പുറത്തെടുക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു അധ്യാപകൻ ചെയ്യുന്നത്. മനോഹരമായ ഒരു കവിതയുണ്ട് മഹാത്മാഗാന്ധിയെ പറ്റിയുള്ള കവിത. മധുസൂദനൻ നായർ സാറിന്റെ കവിതയാണ്. അദ്ദേഹം ഇങ്ങനെ പാടുകയാണ്: ധീരമാം സ്നേഹമേ ശാന്തി, ശാന്തി ഗീതമാണെന്നുമേ ഗാന്ധി. ഗാന്ധി ജയന്തി ആഘോഷിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. മഹാത്മാഗാന്ധിയെ പറ്റി ഓർക്കുമ്പം ധീരമായ സ്നേഹം, എപ്പോഴും ശാന്തി ഗീതം. ശരിക്കും അധ്യാപകനും ഇത് തന്നെയാണ്, ധീരമായ സ്നേഹം. ക്ലാസ്സിലെ അവസാനത്തെ കുട്ടിയെ പോലും ഒരു കുഞ്ഞായി, സ്വന്തം മകനായി, മകളായി കരുതാനുള്ള വിശാലമായ ഹൃദയം, അതാണ് ഒരു അധ്യാപകന്റെ വ്യക്തിത്വം. അതോടൊപ്പം ശാന്തിഗീതമാണ് ഗാന്ധി, ശാന്തിഗീതമാണ് അധ്യാപകനും. കാരണം അധ്യാപകൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് എന്താണെന്നറിയാമോ? സാരമില്ല, നമുക്ക് ശരിയാക്കാം. ഒരു വിദ്യാർത്ഥിയോട് അധ്യാപകൻ എപ്പോഴും ആവർത്തിക്കുന്നത് എന്താണ്? നിനക്ക് പറ്റും മോളെ, നിനക്ക് സാധിക്കും, ട്രൈ ചെയ്താൽ മതി. അധ്യാപകർ എപ്പോഴും പറയും, ഇതിലും വലിയ പരാജയവും തോൽവിയും ഒക്കെ എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ, അതിൽ നിന്നൊക്കെ ഞാൻ തിരിച്ചു വന്നില്ലേ. ഇങ്ങനെയൊക്കെയാണ് ശരിക്കും ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയില് ആത്മധൈര്യം പകരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കോറപ്പിസ്കോപ്പ അച്ഛൻ നമ്മുടെ അടുത്ത് പറഞ്ഞു, മാതാപിതാക്കൾ നമുക്ക് ജീവനാണ് തന്നത്, അധ്യാപകർ നമുക്ക് ജീവിതമാണ് തരുന്നത്. പ്രിയപ്പെട്ട ജയകുമാർ സാറ് നമ്മെ ഓർമ്മിപ്പിച്ചു, അധ്യാപകൻ നൽകുന്നത് അറിവല്ല, ഒരു എനർജിയാണ്, ഒരു ഊർജമാണ്, ഉയർന്നു പറക്കാനുള്ള ശക്തിയാണ് എന്ന്. മനോഹരമായ ഒരു നിർവചനമുണ്ട് അധ്യാപനത്തെ പറ്റി. വരികളിൽ ഉള്ളത് വായിച്ച് വരികളുടെ ഇടയിലുള്ളത് കൂടെ പറഞ്ഞു കൊടുത്ത് വരികളുടെ മുകളിലേക്ക് പറക്കാൻ ചിറക് നൽകുന്നതാണ് അധ്യാപനം. ശരിക്കും അധ്യാപകന്റെ ഉള്ളിൽ നിന്ന് ഒരു എനർജി, ഒരു കാന്തത്തിൽ നിന്ന് ഇരുമ്പിലേക്ക് കാന്തികത, ആ ശക്തി പകരപ്പെടുന്നത് പോലെ അധ്യാപകന്റെ ഊർജം പകരപ്പെടുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു വിദ്യാഭ്യാസ ചിന്തകനായ ഡോക്ടർ DS കോത്താരി പറയുകയാണ്, അധ്യാപകന്റെ പരിപക്വമായ വ്യക്തിത്വം പക്വത പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികളിലേക്ക് പകരപ്പെടുന്നതാണ് അധ്യാപനം. ആ മഹനീയമായ കർമ്മം നിർവഹിക്കുന്ന നമ്മുടെ അധ്യാപകരെ എല്ലാം മനസ്സാൽ നമിക്കാം. അവർക്കെല്ലാവർക്കും നല്ലത് വരാനായി നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം.